പടിവാതിക്കൽ എത്തി നിൽക്കെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തെത്തിയ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പാർട്ടിക്ക് ജയസാധ്യത പോലും കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലെ സന്ദീപിന്റെ കൂറുമാറ്റം വലിയ ജിജ്ഞാസയോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി 2 വർഷത്തിലേറെയായി അകന്നു കഴിഞ്ഞിരുന്ന സന്ദീപ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് പാർട്ടിയിൽ വീണ്ടും സജീവമായത്. എന്നാൽ പാർട്ടി തന്നെ വേണ്ടവിധം ഗൗനിക്കുന്നില്ലെന്ന പരാതി ആവർത്തിച്ച സന്ദീപ് പാലക്കാട് സീറ്റ് കൂടി നിഷേധിക്കപ്പെട്ടതോടെ നിലവിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ പരസ്യ പ്രതികരണം നടത്തി നേതൃത്വത്തെ വെല്ലുവിളിച്ചു. തുടർന്ന് സന്ദീപ് വാര്യർ CPM-ൽ ചേരുമെന്ന ധ്വനി ഉയർന്നുവെങ്കിലും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൽ സർപ്രൈസ് എൻട്രി നടത്തുകയായിരുന്നു. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം ഏതായാലും പാലക്കാട് തിരഞ്ഞെടുപ്പിനെ കൂടുതൽ ആവേശഭരിതമാക്കിയിരിക്കുകയാണ്. പാലക്കാട് കോൺഗ്രസ് വിജയിച്ചാൽ സന്ദീപിനെ പരിചയാക്കി സുരേന്ദ്രൻ ബിരുദചേരി ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് മുന്നിൽ നിലയുറപ്പിക്കും. കൃഷ്ണകുമാറാണ് വിജയിക്കുന്നതെങ്കിൽ സന്ദീപിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കും. ഇനി ഇരു പാർട്ടികളിലെയും അസംതൃപ്തരെയും നിഷ്പക്ഷ വോട്ടർമാരെയും സ്വാധീനിച്ച് സരിനാണ് വിജയിക്കുന്നതെങ്കിൽ സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വവും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന ആരോപണം ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകും.